ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പാണ്, ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ്. ഒരു അടിപൊളി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഗെയിമിംഗ് സീരീസ് നോക്കുന്ന എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അസൂസിൻ്റെ ROG Strix G15 ആണ്. ഇതൊരു പക്കാ ഒരു ഗെയിം ഓറിയൻറ്റഡ് ലാപ്ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഗെയിം കളിക്കുന്ന എല്ലാവർക്കും നോക്കാൻ പറ്റിയൊരു അത്യാവശ്യം സ്പെസിഫിക്കേഷൻ ഉള്ളതാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ Ryzen 7 4800 H സീരീസ് ആണ്. H സീരീസ് എന്ന് പറയുന്നത് ശരിക്കും ഹൈ പവർ സീരീസ് ആണ്. അപ്പോൾ അതിൽ ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് വരുന്നത്. നേരെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ലാപ്ടോപ്പ് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ലാപ്ടോപ്പ് വരുന്നത്. അസൂസിൻ്റെ ROG Strix G15 എന്ന് പറഞ്ഞ മോഡലാണ്. കൂടെ ബോക്സിൽ നമുക്ക് വരുന്നത് പവർ അഡാപ്റ്റർ, ഒരു 200 വാട്ടിൻ്റെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. ചാർജർ ROG-ൻ്റെ തന്നെയാണ്. സൈഡിലോട്ട് മാറ്റിയേക്കാം. പിന്നെ ഇതിൻ്റെ മാനുവൽ, കാർഡുകൾ, ആനുവൽസ്, ROG-ൻ്റെ ഒരു നോട്ട്ബുക്ക്, PC-ൻ്റെ ഒരു ഫോം വരുന്നുണ്ട്, പിന്നെ ഇൻഡിക്കേഷൻ. ഇതെല്ലാം ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് നേരെ ലാപ്ടോപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്, അസൂസിൻ്റെ ROG Strix G15. ഇതൊരു അത്യാവശ്യം ഒരു പവർഫുൾ PC തന്നെയാണ്. ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് RTX 3050 ആണ്. 3050 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 4050 4060 ഒക്കെ ഉണ്ട്. അപ്പോൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഡീസൻറ്റ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലാപ്ടോപ്പ് എന്ന് വേണം പറയാം. നേരെ പവർ ഓൺ ചെയ്യാം. പിന്നെ അതൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ ലോഗോ തെളിഞ്ഞ് വന്ന് ഇനി ഞാനൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് ലാപ്ടോപ്പ് വരുന്നത്, ROG-ൻ്റെ Asus RTX 3050. ഇതിന് ഇത് കണ്ടില്ലേ, ഒരു സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട്, RGB ലൈറ്റ്സ്. ദാറ്റ് ഈസ് ആക്ച്വലി നൈസ്. അപ്പോൾ അത് അത്യാവശ്യം ഒരു പ്രത്യേക എടുപ്പ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കീബോർഡിനാണെങ്കിൽ ബാക്ക് ലൈറ്റും RGB തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ലാപ്ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുണ്ടല്ലേ, ജസ്റ്റ് ഞാൻ ഒരു വിരലുകൊണ്ടാണ് ഇത് സ്ക്രീൻ അപ്പ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്താണ് ഈ ലാപ്ടോപ്പിന്. പിന്നെ വൈഫൈ വരുന്നത് Wi-Fi 6 ആണ്. അപ്പോൾ നമ്മൾ ഈ ലാപ്ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർമറി ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് അസൂസിൻ്റെ തന്നെ ലോഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇതിലാണ് നമ്മുടെ എത്രയാണ് പവർ യൂസേജ് വരുന്നത്, നമ്മൾ ഓരോ ഗെയിം കളിക്കുമ്പോൾ GPU-ൻ്റെ പെർഫോമൻസ് എത്രത്തോളം വരുന്നുണ്ട് എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് വാസ് സച്ച് എ കൂൾ ഫീച്ചർ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടില്ലേ, ഇതിപ്പോൾ ഇത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നേരെ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ സിസ്റ്റം സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ലൈറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് RGB ലൈറ്റ്സ് കോൺഫിഗർ ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക്, ബ്രീത്തിങ്, അങ്ങനെ കുറേ മോഡുകളുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റിക്കിലിടാം നമുക്ക്. അല്ല, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കളർ തന്നെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതേപോലെ റെയിൻബോ എഫക്റ്റ് ഉണ്ട്, കളർ സൈക്കിൾ ഉണ്ട്. ഇപ്പോൾ റെയിൻബോ എഫക്റ്റിൽ ഇട്ടുകഴിഞ്ഞാൽ കണ്ടില്ലേ, എല്ലാം ഒരു മാറി നിൽക്കുന്ന ഒരു കളറാണ്. ഇതുണ്ടല്ലേ, ഈ സ്ട്രിപ്പ് ലൈറ്റ്സ് അത്യാവശ്യം നൈസാണ്. ഒരു രാത്രി നൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്നൊരു ഫീല് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ ലാപ്ടോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ലാപ്ടോപ്പിന് എത്രയാണ് 8GB റാമാണ് വരുന്നത്. അത് പക്ഷേ 8GB റാമിന് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ 8GB റാം ഭയങ്കര ഷോക്കാണ്. അപ്പോൾ ഇത് പക്ഷേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. 16GB റാമാക്കി ഇത് മാറ്റണം എന്നാണ് എൻ്റെ ഒരു സജഷൻ വരുന്നത് എല്ലാവരോടും. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് പറയുന്നത് 512GB ആണ്. 512GB വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് വേറെ സ്ലോട്ടില്ല. വേണമെങ്കിൽ ഈ ഫുള്ള് റീപ്ലേസ് ചെയ്തിട്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഈ ലാപ്ടോപ്പിനെ കുറച്ച് കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ലാപ്ടോപ്പിന് ഒരു ലുക്ക് അറൗണ്ട് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ലുക്ക് അറൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ 2 USB പോർട്ടാണ് വരുന്നത്. ബാക്കിലാണെങ്കിൽ ഒരു HDMI പോർട്ടും ഒരു USB പോർട്ടും പിന്നെ ചാർജിങ് സ്ലോട്ടും വരുന്നുണ്ട്.
അതേപോലെ ഈ സൈഡ് കാലിയാണ്. പിന്നെ കുറേ ബെൻസ് വരുന്നുണ്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം ഭയങ്കര ഹീറ്റ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത്രയും വെന്റ് വേണം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലാപ്ടോപ്പ് ചൂടാവും. കമ്പാരിറ്റീവ്ലി നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിൽ ഏത് ലാപ്ടോപ്പ് ആയാലും എന്തായാലും ചൂടാവും. അപ്പോൾ നമ്മൾ എന്തായാലും മനസ്സിൽ കാണണം. അതേപോലെ ഇതിൻ്റെ അകത്തൊരു ടൈപ്പ് സി പോർട്ട് പറയുന്നത് ചാർജിങ്ങിനും പറ്റും. അതായത് നമ്മൾ PD ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ ഉപയോഗിക്കുന്ന ചാർജർ PD ചാർജർ ആണെങ്കിൽ ഒറ്റ ചാർജറിന് മതി. അല്ലാണ്ട് നമുക്ക് ഇതുണ്ടല്ലേ, ഇതിപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ കൂടെ കിട്ടിയ ചാർജറാണ്. ഇതന്നെ അത്യാവശ്യം നല്ല ഹെവിയായി. ഇത് കൊണ്ടിടക്കുന്നതിന് നല്ലത് എന്തായാലും ഒരു PD ചാർജർ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ PD ചാർജറാണ് നോക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ലാപ്ടോപ്പിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഒരു 2.1 kg ആ ഒരു റേഞ്ചിൽ വെയിറ്റ് ഉണ്ടാവും. നമുക്ക് കൊണ്ടടക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫീസിബിൾ ആയിട്ട് കൊണ്ടടക്കാൻ പറ്റില്ല. അതുപോലെ ഞാൻ നേരത്തെ റാമിനെ പറ്റിയിട്ട് പറഞ്ഞു. റാം എന്ന് പറയുന്നത് മറ്റേ എക്സ്പാൻഡബിൾ മെമ്മറിയാണ്. അപ് ടു 32 GB വരെ എക്സ്പാൻഡബിൾ മെമ്മറി ചെയ്യാം. പക്ഷെ മിനിമം 16 GB എങ്കിലും എക്സ്പാൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു സജഷൻ വരുന്നത്. അതേപോലെ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 4.2 ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത് ലാപ്ടോപ്പിൻ്റെ. അതേപോലെ റാം ടൈപ്പ് DDR4 ആണ്. DDR4 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി പറ്റും. അതേപോലെ 3 USB പോർട്ട് ഉണ്ട് പറഞ്ഞു. 3 USB പോർട്ടും എന്ന് പറയുന്നത് 3.2 ആണ് ചാനൽ വരുന്നത്. 3.2 അത്യാവശ്യം ഫാസ്റ്റസ്റ്റ് ആണ്. അത്യാവശ്യം നമുക്ക് ഫാസ്റ്റ്ലി ട്രാൻസ്ഫറിങ് നടക്കും. അതേപോലെ ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് 5.1 ആണ്. 5.1 എന്ന് പറയുമ്പോൾ കുറച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഓൾഡ് ആണ്. എന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഫാസ്റ്റ് പെയറിംഗ് ഒക്കെ നടക്കും. മൾട്ടിപ്പിൾ പെയറിങ് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പെയറിങ് നടക്കും. അതുപോലെ സ്പീക്കറിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഡ്യുവൽ സ്പീക്കറാണ് വരുന്നത്. രണ്ട് സൈഡിലുമായിട്ടാണ് ഡ്യുവൽ സ്പീക്കർ വരുന്നത്. സ്പീക്കർ പക്ഷേ ഔട്ട്പുട്ട് ഭയങ്കര കുറവാണ്. ഒരു എക്സ്റ്റേണൽ സ്പീക്കർ വെച്ച് ഉപയോഗിക്കുന്ന നമ്മൾ ഇതിന്റെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര വോയിസ് കുറവായിരിക്കും. പിന്നെ ഒരു ചാർജിങ് എത്ര നേരം കിട്ടുമെന്ന് ജസ്റ്റ് നമ്മളൊരു കമ്പാരിറ്റീവ്ലി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ ഒരു 2 hours 3 hours ആ റേഞ്ച് കിട്ടും. അല്ലാണ്ട് നോർമൽ യൂസ് ചെയ്ത് ഒരു സിനിമ ആണെങ്കിൽ ഒരു സിനിമ 1.5 സിനിമ അത്രയൊക്കെ റേഞ്ച് കിട്ടും. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ചാർജ് തന്നെ ഫാക്ടർ കൺസിഡർ ചെയ്യാൻ പാടില്ല. കാരണം ചാർജ് പെട്ടെന്ന് വലിയും ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ, ഗെയിം കളിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ലാപ്ടോപ്പിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പ്, ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വേണം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പെക്സ് ഉള്ള ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും നോക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ASUS ROG Strix G50. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഗൈസ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.